ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിവിടെ നിന്ന് വീട് മാറി ചെന്നൈയിൽ ഇവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വീട് മാറി വേറൊരു വീട്ടിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ദിവസമാണ് ഇന്ന്. പാക്കിങ്ങും കാര്യങ്ങളും, അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സൺഡേ ആയിരുന്നു. സൺഡേ പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് കിച്ചണിലെ കുറച്ച് കാര്യങ്ങളായിരുന്നു. നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പുറത്തുണ്ടായിരുന്നു. അതും പാക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ വലിയ വലിയ സാധനങ്ങളൊക്കെ ഇവിടെ ഒരു വണ്ടി പാക്കേഴ്സിനെ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞത്. അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കാറിൽ അവിടെ കൊണ്ടുവിടും. അത് ഇത്ര ഇവിടെ അടുത്ത് തന്നെയാണ് സംഭവം. ഒരു കിലോമീറ്റർ ഇല്ല, 600 മീറ്ററോ അങ്ങനെ എത്രയേ ഉള്ളൂ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പോൾ ഹസ്ബൻഡിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചെന്നൈയിലുള്ള കുറച്ച് ഫ്രണ്ട്സ്, അവരും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു. ഈ ഒരു കോലത്തിലാണ് കേട്ടോ നമ്മളെ വീട് ഇപ്പം ഇരിക്കുന്നത്. ആക്ച്വലി ഈ ഹാള് കണ്ടോ, നല്ല വലിയ ഹാളാണ്. ഇതാണ് എൻ്റെ പെട്ടി. ഞാൻ നാട്ടിലേക്ക് പോവാണ് ആക്ച്വലി. എപ്പോൾ എൻ്റെ 7ാം മാസത്തിലെ ചടങ്ങില്ലേ, നമുക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചടങ്ങ്, ആ ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ച പെട്ടിയാണിത്. ഈ പെട്ടി ഞാൻ തമ്മിലൊരു അഗാധമായ ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ചാൽ കല്യാണത്തിന് ഞാൻ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്തെ നമ്മൾ കുറച്ച് നമ്മുടെ കുറച്ച് എസെൻഷ്യലായ കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ യൂസ് ചെയ്ത എൻ്റെ പെട്ടിയായിരുന്നു അത്. ഇന്നലെ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു മെമ്മറീസ് ആയിരുന്നു. അന്ന് കല്യാണത്തിന് വേണ്ടി പാക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ എനിക്ക് പിന്നെയും ഇങ്ങനെ ഓർമ്മ വന്നു, കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ പാക്ക് ചെയ്തപ്പോൾ. അപ്പോൾ 7ാം മാസത്തിൽ എന്നെ കൂട്ടാനുള്ള സംഭവമായി. അതെനിക്ക് തോന്നുന്നു ഈ മാസം ഡിസംബറിൽ തന്നെ ഉണ്ടാവാനാണ് ചാൻസ്. ചെറിയ രീതിയിലുള്ള വളകാപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് കാണാം. ആണ് നമ്മുടെ കിച്ചൺ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, അത് ബാൽക്കണി. അയ്യോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, നമ്മൾ വീട് മാറാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 BHK ഒരു അപ്പാർട്ട്മെൻറ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ 2 പേരുമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഈ ഒരു റൂമെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത് യൂസ് ചെയ്യാതെ അങ്ങനെ ഇട്ടേക്ക്. അപ്പോൾ പിന്നെ ഞാൻ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ പിന്നെ തീരെ ഒരു 2 BHKൻ്റെ ആവശ്യം എന്ന് പറയുന്നതില്ല. സോ അതുകൊണ്ട് ഒരു 1 BHK, ഒരു മെനയുള്ള നല്ലൊരു 1 BHKയിലേക്ക് മാറാം എന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് 1 BHKയിലേക്ക് മാറുന്നത് കേട്ടോ. ചെന്നൈയിൽ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ എങ്കിലും കുറച്ചധികം ലഗേജസ് ഉണ്ടായിരുന്നു പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതായത് കുറച്ച് വലിയ വലിയ സാധനങ്ങൾ എന്ന് പറയാൻ വേണ്ടി AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതേപോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടാവുമല്ലോ. അത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ നോ ബ്രോക്കർ ആപ്പ് വഴി ബുക്ക് ചെയ്ത ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോയത്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. അവർ തന്നെ എല്ലാം പാക്ക് ചെയ്യുന്നു, അവിടെ കൊണ്ടുപോയി ഇറക്കുന്നു, അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ വന്നിരുന്നത്. ഇതാണിപ്പോൾ വീടിൻ്റെ അവസ്ഥയായിട്ട് കിടക്കുന്നത്. ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പുതിയ ആൾക്കാർ ഇന്ന് തന്നെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ മര്യാദയാണല്ലോ. ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ പാക്കിങ് കാര്യങ്ങളൊന്നും അധികം അറിയേണ്ടി വന്നിട്ടില്ല. കാരണം വേറൊരു നോ ബ്രോക്കർ ആ ഒരു സംഭവം അവരെ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ അവർ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയി. ബാക്കി കിടക്കുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇപ്പോൾ ക്ലീനാക്കി നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇന്ന് പുതിയ ആൾക്കാർ ഇന്ന് വരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അവരെന്തായാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുമല്ലോ. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇവിടെ ഇപ്പോൾ കാണിക്കാൻ പറ്റിയൊരു കോലത്തിലല്ല. ഇതാണ് നമ്മുടെ തമിഴ്നാടൻ ബിരിയാണി എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ചിക്കൻ. തമിഴ്നാട് ബിരിയാണി, മുട്ടയിട്ട് ബിരിയാണി. ഒന്ന് കഴിക്കട്ടെ. ഇപ്പോൾ കുക്കിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാനായിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ബിരിയാണി കഴിക്കാം. അപ്പോൾ ഇന്നലെ ലഞ്ചിന് ശേഷം നമുക്ക് കാര്യമായിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വീട്ടിലെല്ലാ സാധനങ്ങളും കൊണ്ട് ഇറക്കിയത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കണമായിരുന്നല്ലോ.
അതും പിന്നെ പോരാഞ്ഞിട്ട് ഫുൾ എനിക്ക് കുറച്ച് ഡസ്റ്റ് അലർജീൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഡസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഫുൾ ടൈം തുമ്മലും കാര്യങ്ങളൊക്കെ ആയി. അതും അങ്ങനെ ഒരു വഴിക്കായതുകൊണ്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു മൂഡുണ്ടായിട്ടില്ല. പിന്നെ ഇന്നാണ് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വന്നത്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.